കേട്ടി നല്ല വലിയ തിരമാല വരണതാ. വലിയ തിരമാല ആൾക്ക് പേടിയാ, അത് കാരണം ആൾ എടുക്കണില്ല. അത് എടുക്കാൻ പറയുമ്പോൾ മെല്ലെ ഫോൺ എൻ്റെ കയ്യിലേക്ക് വരും. ഇവിടെയും വെള്ളം അത് അതിമേ ഉള്ളതല്ലേ. വാ കുറച്ച് ദിവസം നടക്കൂ. പവർ ബാങ്ക് നടക്കൂ നടക്കൂ. ബാങ്ക് അങ്ങോട്ട് പോകാണ്ട് ഇങ്ങോട്ട് വാ. എത്ര ശതമാനമായി? അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതിനൊരു അടിയും കിട്ടില്ല. പോയി പോണു പറഞ്ഞ പോണു 3 എണ്ണം. ആ തിരമാല പോകുമ്പോ ഡേഞ്ചറാ. ശരിക്കും അങ്ങനെ ഓരോരുത്തരും നിൽക്കണം. ബൈ ചാൻസ് വെള്ളത്തിൽ കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാലേ എടാ തീർച്ച പോണണ്ട. ബാബാ ഇവിടെ നിന്നിട്ട് കാര്യത്തിലൂടെ അങ്ങോട്ട് നീങ്ങിക്കാം. വാ ചേച്ചി, ചേച്ചി ഇങ്ങോട്ട് വന്നേ. വാ ചേച്ചി. നടക്ക്. എന്തൊരു ചേച്ചി വലിവ്. അവിടെ ഇവിടെ ഇവിടെ മത്സ്യക്കഞ്ഞിക്കൻ നിൽക്കണോക്കെ കുറച്ച് കഴിയുമ്പോൾ കാണാണ്ടാവോ. ഇപ്പോൾ വലിയ പോസ്റ്റൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഓരോ പണി കിട്ടുമ്പോൾ ഇങ്ങോട്ട് ടെസ്റ്റ് വരുന്നുണ്ട്. വെള്ളം പോണോട് കൂടിയിട്ട് കടലിലേക്ക് പോകാണ്ട് നിന്നാൽ മതി. നല്ലൊരെണ്ണം സ്വയംഭം സാധനം വരുന്നുണ്ട്. തീർച്ചയാവും എയറിൽ. ഇത് മെനക്കെട് എപ്പോഴാണെന്നറിയോ? ആ സാധനം തിരിച്ച് പോവില്ലേ? തിരിച്ച് പോകുമ്പോൾ നമ്മളങ്ങോട്ട് കൊണ്ടുപോകും. അതാണ് മെനക്കെട്. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. കണ്ട അതിട്ട് മടങ്ങി പോകുമ്പോഴാണ് ചിലപ്പോൾ കൂടെ നമ്മളെയും കൊണ്ടുപോകും. സ്നേഹത്തിൻ്റെ പേരിൽ കടലിൽ കാണിക്കുക. ചില സൈഡിൽ ഭയങ്കര ഹൈറ്റ് കൂടിയ ഏരിയയുണ്ട്. സ്രാവ് വന്നാലേക്ക് കൊണ്ടുപോക്കോളൂ. കാണാനല്ലേ കുരിപ്പിനെ. മത്സ്യക്കഞ്ഞിക്ക് പോണം മണ്ടാൻ. അപ്പം ഞങ്ങളെ മുന്നിൽ വലിയ ആളാവാൻ നിൽക്കണതാ. പറഞ്ഞിട്ട് കാര്യമില്ല. ചിലത് കിട്ടുമ്പോൾ പഠിക്കും. ഇങ്ങനത്തെ വീഡിയോക്ക് ആൾക്ക് പിടിക്കാൻ ഭയങ്കര ഒരു ഔചിത്യ ബോധാ. എന്താ ചക്കൻ വീഴ നോക്കി. അയ്യേ
എടാ നിനക്ക് ധൈര്യം ഇല്ലാണ്ടായില്ല. ആ കുഴിയിലേക്ക് എടുക്കണേ, അപ്പൊ അവിടെ വെള്ളം ഉണ്ടാവും. ആ വല്ലാണ്ട് പോസ് കാണിക്കുന്നതാ ചെക്കൻ. നല്ല ഒരു ചാട്ടവാറ് വയ്ക്കാം. വെള്ളത്തിലേക്ക് പരിധി വിട്ടിട്ട് ഇറങ്ങണവർക്ക് ഓരോന്ന് കൊടുക്കാം. ഇപ്പൊ വലിയ കുഴപ്പമില്ലാത്ത സമയം തോന്നുന്നു. നല്ല വലിയ തിരമാല വരുന്നു. കാണാല്ലേ? എന്തായാലും രാവിലെ പോണു പറഞ്ഞോ ഉരുണ്ട് പേരണ്ട് ആണോ പോയതണ്ട. ഉരുണ്ട് പേരണ്ട് പോയേനെ. അത് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാ. വെള്ളം ആദ്യമായിട്ട് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമില്ലേ, അതാണ് കാണുന്നത്. അത് തമിഴ്നാടാ. അതിലും ആ വലിയ തിരമാല ഇങ്ങോട്ട് വന്ന് അടിച്ച് കയറിയിട്ട് അത് കൊണ്ടുപോകുമ്പോഴേ നല്ല ശക്തിയോട് കൂടിയിട്ടാണ് കയറി വരുന്നുണ്ട. വെള്ളം കയറി വരുന്നുണ്ട. ആൾക്കാരുണ്ട് ഈ ഏരിയയില്. ആ ചെറുത് കിടക്കണൊക്കെ വലിയ തിരമാല വരണം. പക്ഷെ കാറ്റ് വന്ന് ഊതുമ്പോ അത് ചെറിയ തിരമാലയായിട്ട് അപ്പുറത്ത് തെളിക്ക് പോവാണ്. അവിടുന്ന് വരണത് നല്ല വലിയ തിരമാലയാണ്. പക്ഷെ ഇവിടേക്ക് എത്തുമ്പോഴേക്കും കാറ്റ് വന്ന് അത് കൊണ്ടുപോകും. ഒരു പയ്യൻ അങ്ങോട്ട് ഇറങ്ങിക്കെടുക്കുന്നുണ്ട്. നല്ല ഭയങ്കര ധൈര്യശാലിയാന്നാ പറയണ. ഇത് ഇറങ്ങിക്കിടക്കണോണ്ട് കുഴപ്പമില്ല. വലിയ തിരമാല വരുമ്പോ തിരിച്ചു പോകുമ്പോ ചിലപ്പോൾ കൂട്ടത്തോടെ കുറച്ച് ദൂരം കൊണ്ടുപോകുന്നുള്ളൂ. നല്ല തിരമാലകൾ ഈ വഞ്ചിക്ക് ഈ തിരമാലകളെ എതിരിങ്ങനെ വിടണ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മുടെ സ്റ്റീവിൻ്റെ ഡൂപ്പ് നന്നായുള്ളൂ. ചക്കൻ വെള്ളം തെറിപ്പിക്കുക, ഒരു മണ്ണ് വാരി എറിയുക. മണ്ണ് നനപ്പിക്കണതൊന്നും ഇല്ല കേട്ടോ വെള്ളത്തിന്. ഇത് അപ്പോൾ ഇവിടെ അടുത്തുള്ള ഹിന്ദിക്കാർ തന്നെയാവും. ഫാമിലീസായിട്ട് വന്നിട്ടേ
ഒരു നിത്യാഭ്യാസി ഉണ്ട് കേട്ടോ അവിടെ. വലിയ അഭ്യാസങ്ങളാണ് ആൾ എടുക്കാൻ നോക്കണത്. ചേട്ടാ വേഗം എടുക്കണ്, ചാണപ്പുഴ കിടക്കണ പോലെ. ആൾക്ക് അത് അറിയില്ല. ആ നല്ല ഭംഗിയുണ്ട്. കഴുത്തോട് ചെയ്യണത് എപ്പോഴാണാവോ? വേറെ ഒന്നല്ലടി, ഒരു 6-7 കൊല്ലം അതിൻ്റെ ഇവിടെ കേരളത്തിൽ വന്നിട്ട് വെള്ളം കാണണം ഒരു സന്തോഷമായി ഇതാവും. അല്ല കാലൊന്നും നനച്ച് പോയി. നിത്യാഭ്യാസികൾ കുറേ കണ്ടിട്ട് ഇവിടെ തലമുത്തി വീഴാം. ആ അധികം അഹങ്കാരമില്ല. ഉപ്പുവെള്ളത്തിൽ കുളിക്കണേ മുട്ടത്തലയാവാൻ അധികം താമസിക്കില്ല. ധൈര്യം കൂടിയ കാരണം വലിയ തിരമാല വരുമ്പോൾ വേഗം ഓടി രക്ഷപ്പെടാം. എല്ലാ വീടുകളിലെ പ്രശ്നം. അങ്ങോട്ട് പോവാം. ഈ കുപ്പി ഞാൻ പിടിക്കണ